ക്ലാസ് 6-ലെ 8th ലെസണാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. Our body is capable of performing a wide variety of simple and complex functions. It is able to do because of their internal structure that facilitates its movement. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്താണ് പല പല ഫങ്ഷൻസും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പല പല സിമ്പിൾ ആയിക്കോട്ടെ, അതേപോലെ കോംപ്ലെക്സ് ആയിക്കോട്ടെ, എന്ത് ഫങ്ഷൻസ് ചെയ്യാനും നമ്മുടെ ബോഡിക്ക് പറ്റും. ഓക്കെ, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് അവർ ഇൻറ്റേർണൽ സ്ട്രക്ചർ. നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ്സൊക്കെ പറ്റുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് അവർ ഇൻറ്റേർണൽ സ്ട്രക്ചർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇറ്റ്സ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് റീസൺ എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ മോഷൻസും പറ്റുന്നത്, ചാട്ടവും മോട്ടവും ഒക്കെ നമുക്ക് കഴിയുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ ബോഡി ഇറ്റ്സ് മൂവ്മെൻറ്റ്സ്. ഹ്യൂമൻ ബോഡിയും അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ സ്കെൽറ്റൻ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കെലറ്റനാണ്. ഓക്കെ, skeleton is the internal framework which is responsible for giving support, shape, protection to our body. അപ്പോൾ സ്കെലറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ ഒരു ഷേപ്പ് കൊടുക്കുക, അതേപോലെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ ഇൻറ്റേർണൽ ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്കെലറ്റിൻ്റെ ജോലി. സ്കെലറ്റിൻ എന്താണ്? ഒരു ഇൻറ്റേർണൽ ഉള്ളിലുള്ളൊരു ഫ്രെയിം വർക്ക്, ഒരു സ്ട്രക്ചറാണ് അല്ലേ, ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൻ്റെ പൊക്കത്ത് സ്കിൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. നമ്മുടെ മെയിൻ സ്ട്രക്ചർ എന്താണ്? ഫ്രെയിം വർക്കാണ് സ്കെലറ്റിൻ. സ്കെലറ്റിൻ കാരണമാണ് നമുക്ക് ആ ഷേപ്പൊക്കെ കിട്ടുന്നത്. ഇറ്റ് കണ്ടെയ്ൻ 206 ബോൺസ്. അപ്പോൾ സ്കെലറ്റൻസിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ഉണ്ട്. ഈച്ച് പ്ലേയിങ് എ ഡിസ്റ്റിങ്ക്റ്റ് യെറ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. പലരും പല പല ടാസ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൈ ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും എടുക്കാനോ കഴിക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാല് നടക്കാൻ. അപ്പോൾ ഓരോന്നിനും വെവ്വേറെ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അവർ ചെയ്യുന്ന ടാസ്ക് അത്ര നിസ്സാരമാണോ? അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നെസസറി വേണ്ട കുറേ ടാസ്കുകൾ ചെയ്യാൻ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ദ സ്കെലറ്റൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 പാർട്സ്. 2 പാർട്ടായിട്ട് നമുക്ക് സ്കെലറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ആക്സിയൽ ആൻഡ് അപ്പെൻഡിക്കുലർ. ഓക്കെ, ആക്സിയൽ പാർട്ട് എന്താണ്? ദ സെൻട്രൽ പാർട്സ്, സ്കൾ, സ്പൈൻ, റിബ്. ഓക്കെ, ഈ ബോഡിയുടെ ഈ പൊക്കത്തോട്ടുള്ള പാർട്ട്, അതിൻ്റെ പൊക്കത്തോട്ടുള്ള പാർട്ടാണ് എന്ത്? ആക്സിയൽ എന്ന് പറയുന്നത്. അടിയിലേക്ക് വരുമ്പോൾ എന്താണ്? ഓക്കെ, അപ്പോൾ താഴോട്ടുള്ള പാർട്ട് എന്താണ്? അപ്പെൻഡിക്കുലർ. സ്കെൽറ്റൻ കൺസിസ്റ്റ് ഓഫ് ആംസും ലെഗ്സൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നത് ഏതിലാണ്? അപ്പെൻഡിക്കുലറിലാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ പാർട്ടും ആക്സിയൽ പാർട്ടും ഉണ്ട്. ആക്സിയൽ പാർട്ടിൽ സ്കള്ള്, സ്പൈൻ, റിബ്സ് ഒക്കെയാണ്. അപ്പെൻഡിക്കുലറിൽ നമുക്ക് ആംസും ലെഗ്സുമാണ് നമ്മുടെ സ്കെലറ്റൻ സ്ട്രക്ചറിൽ നിന്ന് ഉള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ബോൺസ് ഉണ്ടെന്നൊക്കെ നോട്ട് ചെയ്യണം. ഓക്കെ, ഇത് നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് സ്ട്രക്ചറാണ് കാണുന്നത്. അതിലേക്ക് കാണുന്നത് റിബ് കേജ്, സ്കൾ, നമ്മുടെ കൈയിൻ്റെ ബോൺസ്. ഓക്കെ, നമ്മുടെ കാലിൻ്റെ ബോൺസ്, അതേപോലെ തൊടയെല്ല് എന്ന് പറയുന്ന എല്ലുകളാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബോഡിയുടെ ബാക്ക് സ്ട്രക്ചർ കാണാം. ബാക്ക് സ്ട്രക്ചറിൽ സ്കളിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ്, നട്ടെല്ല് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ ഷോൾഡർ എല്ലുകളാണ്. അതേപോലെ ഇത് ഹാൻഡിൻ്റെ ബാക്ക് വ്യൂ ആണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തൊടയെല്ല് എന്ന് പറയുന്ന എല്ല്. അതേപോലെ ഇത് കാലിൻ്റെ ബാക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാണിപ്പോൾ ഒരു സ്കെലറ്റൻ സ്ട്രക്ചർ. നിങ്ങളുടെ സ്കൂളിലൊക്കെ വല്ല ബയോളജി ലാബ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു എന്താണ് ചെറിയൊരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആ ടേംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ലിംസ് എന്താണ്? ദ ആംസ് ഓർ ലെഗ് ഓഫ് ആൻ ആനിമൽ. ഒരു ആനിമലിൻ്റെ കൈയും കാലും ഒക്കെയാണ് എന്ത്? ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ,
ലിംസ് വരുമ്പോൾ ഇത് നോക്കിയേ, ഈ കാണുന്നത് ഒരു ഫ്രോഗിൻ്റെ ലിംബാണ്. അടുത്തത് ഇതൊരു ലിസാർഡിൻ്റെയാണ്, ഇതൊരു ബേർഡിൻ്റെ, ഇത് ഹ്യൂമൻ ബോഡിയുടെ, ഇത് ബാറ്റ് വവ്വാലിൻ്റെ, ഇത് വെയിൽസിൻ്റെയാണ്. അതേപോലെ ലാസ്റ്റ് കാണുന്നത് ക്യാറ്റിൻ്റെയുമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ആനിമൽസിനും അവർക്ക് വെവ്വേറെ ആയിട്ടാണ് അവരുടെ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാറ്റിൻ്റെ കേസ് നോക്കിയാൽ അവർക്കൊക്കെ പറക്കാൻ നല്ല കഴിവുള്ള ബേർഡ്സാണ്. അവർക്കൊക്കെ അപ്പോൾ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള ബോൺസാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബേർഡ്, അപ്പോൾ ഓരോന്നിൻ്റെയും സ്ട്രക്ചർ എടുത്താൽ അവരുടെ ലിംസിൽ വന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബോൺസിനെ പറ്റിയാണ്. ബോൺസ് ആർ ദ ഹാർഡ് വൈറ്റ് സ്ട്രക്ചർ ബിലോ അവർ സ്കിൻ ദാറ്റ് പ്രൊട്ടക്റ്റ് അവർ ഇൻറ്റേർണൽ ഓർഗൻസ്. ഓക്കെ, നമ്മുടെ ബോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു വൈറ്റ് കളർ സ്ട്രക്ചറാണ്, ഹാർഡാണ്, ബിലോ അവർ സ്കിൻ, നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലാണ്. അതേപോലെ അതെന്താണ്? നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അവരുടെ ജോലി. ഓക്കെ, ബോൺസ് ആർ ഇൻകാപ്പബിൾ ഓഫ് ബെൻഡിങ്, അവർക്ക് ബെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ സ്പൈനൽ കോഡിലൊരു ബോണാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റിബ് കേജിലുള്ള ബോണാണ്. നെക്സ്റ്റ് നമ്മുടെ കാലിൻ്റെ ഫസ്റ്റ് ജോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ത് വന്നത്? നമ്മുടെ ചിരട്ട എന്നൊക്കെ പറയില്ലേ, മുട്ടിൻ്റെ ചിരട്ട, അതാണ് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വന്നത് നമ്മുടെ കാലിൻ്റെ ഫീറ്റ്, പാദമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും സ്പെഷ്യലായിട്ടുള്ള സ്ട്രക്ചറാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം സെയിം പോലെ അല്ല ഇരിക്കുന്നത്, എല്ലാത്തിനും പല സ്ട്രക്ചറും പല ഫങ്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ എന്താണ്? ജോയിൻസ് ആണ്, നമ്മുടെ ബോഡിയിലെ ജോയിൻസ്. ദീസ് ആർ ഡിഫൈൻഡ് എസ് ദ പോയിൻറ്റ്സ് അറ്റ് വിച്ച് 2 bones ആർ ഫിറ്റഡ് ടുഗെദർ. 2 bones ഒരുമിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ജോയിൻറ്റ് കിട്ടുന്നത്. ദീസ് ആർ ദ പോയിൻറ്റ്സ് അറ്റ് വിച്ച് വി ക്യാൻ റൊട്ടേറ്റ് ആൻഡ് ബെൻഡ് അവർ ബോഡി. ഈ പോയിൻറ്റ്സിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ബോഡി റൊട്ടേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ബെൻഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ജോയിൻസിൻ്റെ ഡെഫിനേഷൻ നോക്കി പഠിച്ചോളണം. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്താണ്? ഒരു ജോയിൻ്റാണ്, നമ്മുടെ കൈയിൻ്റെ ജോയിൻ്റാണ് അല്ലേ? നമ്മുടെ കൈൻ്റെ ഇവിടെ വെച്ച് നമുക്ക് തിരിക്കാം, ഇവിടെ വെച്ച് തിരിക്കാം, ഇവിടെ വെച്ച് നമുക്ക് തിരിക്കാം. കാരണം എന്താണ്? ഓരോന്നും ഓരോ ജോയിൻസ് ആണ്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ജോയിൻസ്. നമ്മുടെ ബോഡിയിൽ ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോയിൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പിവിയറ്റ് ജോയിൻറ്റ് ഈസ് ജോയിൻറ്റ് ആൻഡ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോയിൻ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ ദ പിവിയറ്റ് joint in the body in the നെക്കിലുള്ള ജോയിൻ്റാണ്. ദാറ്റ് അലൗ ഹെഡ് ടു റൊട്ടേറ്റ് വൺസ് ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് ഉള്ള ദാറ്റ് അലൗൺസ് ദ ഫോർആം റൊട്ടേഷൻ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ റൊട്ടേഷനും അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ റൊട്ടേഷനും ഒക്കെ അവിടെയുള്ള ജോയിൻ്റാണ് പിവിയറ്റ് ജോയിൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എവിടെയാണ്? വെൻ എ ബോൺ മൂവ്സ് എലോങ് വൺ ആക്സിസ്. ഒരു ആക്സിസിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഹിഞ്ച് ജോയിൻറ്റ്. ഒരു ആക്സിസിൽ മാത്രം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അതെന്താണ്? ഹിഞ്ച് ജോയിൻറ്റ്. നമ്മുടെ എൽബോ അല്ലേ? അതേപോലെ നമ്മുടെ നീസും അതേ ഒരു ആക്സിസിൽ വെച്ച് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. എ പാർഷ്യൽ സ്പിയർ സ്ട്രക്ചർ ഇൻ ദ പ്രസൻറ്റ് ഇൻസൈഡ് ദ സോക്കറ്റ് അലോയിങ് മൂവ്മെൻറ്റ്സ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും നമുക്ക് എന്തുണ്ട്? നമ്മുടെ മൂവ്മെൻറ്റ്സ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ ഹിപ്പും ആമും ഒക്കെ നമ്മുടെ എക്സാമ്പിളാണ്. കാരണം അവരുടെ ഇതാണ് എന്ത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ആസ് ദ നെയിം സജസ്റ്റ് ഫിക്സഡ് ജോയിൻറ്റ് അലൗസ് നോ മൂവ്മെൻറ്റ് ടു ഒക്കർ. ഫിക്സഡ് ജോയിൻറ്റിൽ ഒരു മൂവ്മെൻറ്റ്സും സാധിക്കത്തില്ല. എക്സാമ്പിൾ നമ്മുടെ സ്കള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഫിഗറിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ബോഡിയുടെ ഏതൊക്കെ പാർട്സിലുണ്ട് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് എല്ലാ ജോയിൻറ്റ്സും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിച്ച പിവിയറ്റ് ജോയിൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിവിയറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ റൊട്ടേഷൻ ആപ്ലിക്കബിൾ ആവും. ഇത് നമ്മുടെ നെക്കിൻ്റെ അവിടെയുള്ള ജോയിൻ്റാണ്. അടുത്തത് ഹിഞ്ച് ജോയിൻറ്റ്. ഓക്കെ,
എൽബോ ജോയിൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മുമ്പോട്ടും ബാക്കോട്ടും മാത്രമാണ് നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ, ഒരു ഡയറക്ഷനിലോട്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇത് ഇങ്ങോട്ട് മറിക്കാനൊന്നും നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല ആ ജോയിൻറ്റ്. ഓക്കെ, ഈ ജോയിൻറ്റ് നമുക്ക് പഠിക്കാനില്ല. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ജോയിൻറ്റ് നമുക്ക് ആവശ്യമില്ല. പ്ലെയിൻ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിറ്റ്വീൻ ദ ട്രാൻസിൽ ബോൺസ്. ആ ജോയിൻറ്റ് നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് ജോയിൻറ്റ് നമ്മൾ പഠിച്ചത് ഫിക്സഡ് ജോയിൻ്റ് ആണ്, അത് നമ്മുടെ സ്കള്ളാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാവും. ഓക്കെ, നെക്സ്റ്റ് ജോയിൻ്റ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഹ്യൂമൻ സ്കെലറ്റിനെ പറ്റിയുള്ള. ബോൺസ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, മൂവ്മെൻറ്റ് ആൻഡ് പെർഫോം സെവറൽ ഫങ്ഷൻസ്. ബോൺസിൻ്റെ അപ്പോൾ ഡ്യൂട്ടി എന്താണ്, നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസും പ്രൊട്ടക്റ്റ് ചെയ്യും, മൂവ്മെൻറ്റ്സ് ചെയ്യും, അതേപോലെ തന്നെ പല ബോഡി ഫങ്ഷൻസും ചെയ്യും. ഓക്കെ, അടുത്തത് ബോൺ ഇൻ ദ സ്കൽ. സ്കല്ലിൽ നമുക്ക് 3 കാര്യങ്ങളുണ്ട്: കാഡ്രിയം, മാൻഡിബിൾ, മാക്സില. ഇവരൊക്കെ എന്താണ്, നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബോണാണ്. നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബോണാണ് സ്കൽ. എ ലോങ് ബോൺ ഹാസ് ഹ്യൂമസ് റേഡിയസ് ഉൾന ടിബിൾ ഫിബുല സപ്പോർട്ട് ദ വെയ്റ്റ് ഓഫ് ദ ബോഡി. Okay, next one, the carpels are located in the wrist and transals are located in the ankles. They are examples of short bones. അപ്പോൾ ഷോർട്ട് ബോൺസിന് എക്സാമ്പിൾസ് ആണ് എന്ത്, കാർപ്പൽസും ട്രാൻസൽസും. ഇതൊക്കെ നമ്മുടെ കയ്യിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്, കൈയിൻ്റെ ആംഗിളിലും റിസ്റ്റിലൊക്കെ. ദ ബോൺ പ്രൊട്ടക്റ്റിംഗ് ദ സ്പൈൻ ആർ കോൾഡ് വെർട്ടിബ്രൽ കോളം. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബോൺ വെർട്ടിബ്രൽ കോളം. സെർവിക്കൽ ഏരിയ, അവിടെ 7 വെർട്ടിബ്രേറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് റീഡ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോറ് കിട്ടും. കാരണം ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ പറ്റിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മസിൽസ് എന്താണ്, ദ വർക്ക് ഇൻ പെയർ ടു ക്യാരി ഔട്ട് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. മസിൽസ് ആണ് നമ്മുടെ കോൺട്രാക്ഷനും റിലാക്സേഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ റെഡ് കളർ കാണിച്ചിരിക്കുന്നതാണ് മസിൽസ്. അടുത്തത് കാർട്ടിലേജ് എന്താണ്, പ്രസൻറ്റ് ഇൻ അപ്പർ പാർട്ട് ഓഫ് ഇയർ ആൻഡ് ജോയിൻറ്റ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസ് ആണ് കാർട്ടിലേജസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചെവിയുടെ ഈ സ്ട്രക്ചറില്ലേ, അതൊക്കെ നമ്മളൊന്ന് പിടിച്ചു നോക്കി നമുക്ക് എങ്ങാട് വേണമെങ്കിലും ഒടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസ് ആണ്, നമുക്ക് ബെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ബോൺസ് ആണ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ.